നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു നിശബ്ദ വിളിയാണ്. ജീവിതത്തിൽ എന്തോ വലിയതിനു വേണ്ടി നിങ്ങൾ ജനിച്ചതാണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളൊരു സാധാരണ ജീവിതത്തിൽ ഒരിക്കലും എന്താണ് നിങ്ങൾക്ക് ആ ഒരു നിറവ് അനുഭവിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ശമിക്കാത്ത ഒരു തീ പുകയുന്നത്? സ്വാഗതം ജൊഹാൻസ് ഹാർമണിയിലേക്ക്. ഇന്ന് നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന 11 രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കുന്ന 11 അടയാളങ്ങൾ. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആത്മാവിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആ ഒരു 11 രഹസ്യങ്ങളിലേക്ക്, ആ ഒരു 11 അടയാളങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ആ ഒരു ബേണിംഗ് ഡിസയർ. ഒരു കഥയിലൂടെ നമുക്ക് നോക്കാം. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, നീ ഒരു സാധാരണ ജോലി എന്തെങ്കിലും നോക്ക്. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ തൻ്റെ ഭാവി വരയ്ക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും പരിശ്രമിക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അമ്മേ, ഞാൻ കാണുന്ന ഭാവി നിങ്ങൾക്ക് ഇപ്പോൾ കാണാനാവില്ല. നിങ്ങളുടെ ഉള്ളിൽ അതേപോലെ ഒരു തീയുണ്ട്. അത് നിങ്ങളെ നിർത്താനായിട്ട് അനുവദിക്കില്ല. ഇതൊരു സാധാരണ ആഗ്രഹമല്ല. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം, നിങ്ങളുടെ ആ ഒരു ശ്വാസം പോലെ തന്നെ അത് അത്യാവശ്യമാണ്. ചെറിയ നേട്ടങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടാവില്ല. നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തേത് ഏകാന്തതയോടുള്ള നിങ്ങളുടെ ആ ഒരു പ്രണയമാണ്. സിംഹം എപ്പോഴും കാട്ടിലൊറ്റയ്ക്കാണ് നടക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ദിശ ഉണ്ടാകുന്നത്. കൂട്ടത്തിൽ നമ്മൾ കൂടിപ്പോകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്ക് എപ്പോഴും വലിയ ആഴമുണ്ട്. ഏകാന്തതയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കതിന് വലിയ വ്യക്തത ലഭിക്കുന്നു. ആ ഒരു സമയത്താണ് നമുക്ക് വലിയ പ്ലാനുകൾ ഉണ്ടാകുന്നത്. ആ ഒരു നിശബ്ദതയിലാണ് എല്ലാ പ്ലാനുകളും നമുക്ക് സക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേത് സൈലൻസ് ആണ്. നിങ്ങളുടെ ആ ഒരു നിശബ്ദത, പവർ ഓഫ് യുവർ സൈലൻസ്. ഒരു ശില്പി മാസങ്ങളോളം രഹസ്യമായിട്ടാണ് ഒരു പ്രതിമ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവനത് പുറത്തു വിടുമ്പോൾ ലോകം വിസ്മയിക്കുന്നു. എപ്പോഴാണ് നീ ഇത് ഉണ്ടാക്കിയത് എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയണു, നിശബ്ദതയിലാണെന്ന്. നിങ്ങൾ എപ്പോഴും നിശബ്ദതയിൽ സംസാരിക്കുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നീക്കങ്ങൾ ആരും കാണുന്നില്ല. എല്ലാം രഹസ്യമാണ്. രഹസ്യമായിട്ട് വളർന്നു വരുന്നവരാണ് എപ്പോഴും ശക്തരാകുന്നത്. വിജയം വന്ന ശേഷം മാത്രമാണ് നമ്മൾ അത് പുറം ലോകത്തേക്ക് അറിയിക്കേണ്ടത്. നാലാമത്തത് സമയത്തിൻ്റെ വിലയാണ്. വാല്യൂ ഫോർ ദ മണി. ഒരു കോടീശ്വരൻ എൻ്റെ മകനോട് ചോദിച്ചു, എന്താണ് വിലയേറിയത്, പണമാണോ അതോ സമയമാണോ? മകൻ പറഞ്ഞു, പണമാണ്. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണം നമുക്ക് വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സമയം ഒരിക്കലും നമുക്ക് തിരികെ കിട്ടുന്നതല്ല. ഒരിക്കൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ച് ലഭിക്കുന്നതല്ല. ഓരോ മിനിറ്റും നമുക്ക് നിക്ഷേപമാണ്, വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഗോസിപ്പ് പറയുന്നതിലും സ്ക്രോളിങ്ങുകളും ചെയ്ത് നമ്മുടെ സമയം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ സമയം നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു കെട്ടിപ്പടുക്കുന്നതിൻ്റെ അടിത്തറയാണ്. അഞ്ചാമത്തേത്, നമ്മൾ എപ്പോഴും ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. 70 വയസ്സുള്ളൊരു വൃദ്ധനും സ്കൂളിൽ ചേർന്നുകൊണ്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും ആളെ കളിയാക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിക്കുന്നത് പ്രായത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളും പഠിക്കേണ്ടത് ഒരിക്കലും നിർത്തുന്നില്ല. പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കഴിവുകളും എല്ലാം നിങ്ങളിങ്ങനെ ആഗിരണം ചെയ്തുകൊണ്ട് ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ചവരാവണം. അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. വയസ്സ് അവിടെ ഒരു പ്രാധാന്യമില്ല. ഏത് വയസ്സിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആറാമത്തെ കാര്യം നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ സ്ഥിരതയാണ്. ഒരു ഗുരു ഒരു തടാകത്തിൽ കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ ഓളം തട്ടി. അതാണ് ആ ഒരു വികാരം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം വീണ്ടും ശാന്തമായി. അതാണ് നമ്മളുടെ ജ്ഞാനം. പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ തകർന്നു പോകാൻ പാടില്ല. വിജയത്തിലും പരാജയത്തിലും നമ്മൾ ആ ഒരു സമചിത്തയോടെ നമ്മൾ നിലനിൽക്കണം. വികാരങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല. ആ ഒരു ശാന്തതയാണ് നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു വിജയത്തിൻ്റെ അടിത്തറ എപ്പോഴും ഉണ്ടാക്കിത്തരുന്നത്. ഏഴാമത്
പണത്തിൻ്റെ ഒഴുക്കാണ്. നമ്മളെപ്പോഴും ആ ഒരു പണത്തിൻ്റെ ഒരു ഫ്ലോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു മനുഷ്യന് എപ്പോഴും പാത്രത്തിൽ പണം അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പണമെല്ലാം നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത്, പണം വെള്ളം പോലെയാണ്, അത് ഒഴുകിയാൽ മാത്രമേ ശുദ്ധമാവുകയുള്ളൂ. പണം ഒരിക്കലും നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. പിടിച്ചു വെക്കുന്നതല്ല സമ്പത്ത്, പണം ഒഴുകണം. ഒഴുകുമ്പോഴാണ് അത് വളരുന്നത്. നമ്മൾ നിക്ഷേപിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, പുതിയ പുതിയ അവസരങ്ങൾ തേടുന്നു. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം. ആ ഒരു രീതിയിലുള്ള ചിന്തയിലേക്ക് നമ്മുടെ കയ്യിലുള്ള പണത്തിനെ നമ്മൾ ഒഴുക്കണം. എട്ടാമത്തത്, പരാജയത്തെ ഭയപ്പെടാത്ത ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ പല തവണ വീഴും. അപ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ ശ്രമിക്കുന്നത്? നമ്മൾ വീഴുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ വീഴുന്നത്. നമുക്ക് ആ ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഒരുപാട് വീഴ്ചകളുണ്ടാകും. ആ ഒരു വീഴ്ചകൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തിയായി എഴുന്നേൽക്കുന്നു. പരാജയം നിങ്ങളെ ഒരിക്കലും തകർത്തുകയില്ല. റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടുകയില്ല. ഓരോ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കുമ്പോഴും അത് നമ്മളുടെ ഓരോ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു പരാജയത്തെ ഭയപ്പെടാത്ത ഒരു മനസ്സുമായി നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുക. ഒമ്പതാമത്, നമ്മൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് നമ്മളുണ്ടാകണം. അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം. കാറ്റ് വീശുമ്പോൾ വലിയ വൃക്ഷങ്ങൾ ചെറുത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് വലിയ വൃക്ഷങ്ങൾ ചെറുത്ത് നിൽക്കുമ്പോൾ അത് ഒടിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ ചെറിയ പുല്ല് കാറ്റ് വീശുമ്പോൾ അതിങ്ങനെ കുനിഞ്ഞു കൊടുക്കുന്നു. പിന്നെ കാറ്റ് മാറുമ്പോൾ നേരെ നിൽക്കുന്നു. ലോകം അതേപോലെ തന്നെയാണ്. ലോകം മാറുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും മാറണം. നിങ്ങൾ വെള്ളം പോലെ ഏത് പാത്രത്തിലേക്ക് പകർത്തിയാലും അതിനുമായിട്ട് പൊരുത്തപ്പെട്ടെന്ന രീതിയിൽ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. ആ ഒരു മാറ്റം നിങ്ങളെ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പത്താമത്തെ കാര്യം നമ്മുടെ അച്ചടക്കമാണ്, ഡിസിപ്ലിൻ. ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കിണറിന് സമീപം കൊണ്ടുപോയിട്ട് കല്ലിൽ ഒരു ചെറിയൊരു ഹോള് സംഭവിച്ചത് കാണിച്ചു കൊടുത്തു. ഇത് ഒരു തുള്ളി വെള്ളം അത് വർഷങ്ങളോളം വീണതിൻ്റെ ഫലമായിട്ടുണ്ടായതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ദിനചര്യയുണ്ട്. അതേപോലെ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഓരോ പ്ലാനിങ്ങുകളുണ്ട്. ആ പ്ലാനിങ്ങുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് സ്ഥിരത ഉണ്ടാവണം. ആ ഒരു സ്ഥിരതയാണ് നിങ്ങളുടെ സൂപ്പറായിട്ടുള്ള പവർ. ചെറിയ പ്രവൃത്തികളാണ് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ വിജയം ഒരു പ്രവൃത്തിയല്ല, അതൊരു ശീലമാണ്. ആ ഒരു ശീലം നമ്മൾ സ്ഥിരതയോടുകൂടി ചെയ്യുമ്പോൾ, ആ ഒരു അച്ചടക്കത്തോടുകൂടി ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഒരുപാട് കാലത്തിനുള്ളിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. 11ാമത്തത്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വിളിയാണ്, ഇന്നർ കോളിംഗ്. ഒരു വഴിതെറ്റി ഒരാൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു 11ാമത്തത് ആന്തരിക വിളിയാണ്, നമ്മുടെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു വിളി. ഒരു യാത്രക്കാരൻ കാട്ടിൽ വഴിതെറ്റി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ട്, ഇതിലേ പോകൂ അതിലേ പോകൂ. ആളുടെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയായിരുന്നു. അദ്ദേഹം കണ്ണടച്ച് നിന്ന് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിളി ശ്രദ്ധിച്ചു. അവൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നിശബ്ദമായിട്ടുള്ളൊരു ശബ്ദം അവന് കേൾപ്പിച്ചു കൊടുത്തു, ഇതാണ് നിൻ്റെ വഴി. അവൻ ആ ഒരു ശബ്ദത്തെ പിന്തുടർന്നു. അവന് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചു. നിങ്ങളുടെ ഉള്ളിൽ നിന്നും അതേപോലെ ഒരു ശബ്ദം നിങ്ങളോട് പറയുന്നു, ഇതാണ് നിൻ്റെ വഴി. മറ്റുള്ളവർ സംശയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു നിശബ്ദ ശബ്ദമാണ് നിങ്ങളെ വഴി തെറ്റാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ദിശ സൂചികയാണ്. നിങ്ങൾ ഈ ഒരു 11 ലക്ഷണങ്ങളിൽ പലതും നിങ്ങളിൽ കണ്ടാൽ അത് യാദൃശ്ചികമല്ല. നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ വിളിക്കുന്നതാണ്. നിങ്ങളൊരു സാധാരണക്കാരനല്ല, നിങ്ങളൊരു സാമ്രാജ്യം നിർമ്മിക്കാൻ ജനിച്ച ആളാണ്. നിശബ്ദമായി പണിയെടുക്കൂ. ലോകം കേൾക്കേണ്ടത് നിങ്ങളുടെ ശബ്ദമല്ല, നിങ്ങളുടെ വിജയത്തിൻ്റെ ഗർജനമാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ആത്മാവിൽ എന്തോ ഉണർന്നുവെങ്കിൽ ജോഹാൻസ് ഹാർമണിയോട് ബന്ധപ്പെട്ട് നിൽക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വളർച്ചയുടെ യാത്രയിൽ ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഈ ഒരു 11 ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്? കമൻറ്റിൽ എഴുതൂ. നിങ്ങളുടെ ആ ഒരു കഥ മറ്റൊരാളുടെ ജീവിതം മാറ്റാനായിട്ട് സഹായിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.